അങ്ങനെ നമ്മുടെ എഗ് ഫ്രൈഡ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനോട് ഞാൻ കോംബോ ആയിട്ട് എടുത്തിരിക്കുന്നത് ചപ്പാത്തിയാണ്. വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ കോംബോ ആയിട്ട് എടുത്തത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചപ്പാത്തി നമുക്ക് നമ്മുടെ എഗ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ കറി ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ മിസ് ചെയ്യരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിന്റെ മുകളിലേക്ക് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഭാഗം വെന്ത് ഞാനൊന്ന് മറിച്ചിട്ടിട്ട് മറുഭാഗം കൊണ്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, ദോശ, അപ്പം എന്ന് വേണ്ട എല്ലാ ബ്രേക്ക്ഫാസ്റ്റിലൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണേ. പിന്നെ ഞാൻ 5 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ ഫ്രൈ ചെയ്ത പോലെ നമ്മൾ 5 മുട്ടയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ 5 മുട്ടയും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ജാർ എടുത്തു. അതിലേക്ക് ഞാൻ 3 സവാള ചെറുതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ സവാള പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 3 തക്കാളി ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ തക്കാളിയും പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. കടായി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. കടുക് ഒന്ന് പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് 2ആയിട്ട് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന നമ്മുടെ സവാളയുടെ ആ പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റൗ എപ്പോഴും നമ്മുടെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെയും തക്കാളിയുടെയും ആ ഒരു പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 10 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ 3ന്റെ ഒരു പച്ചമണം മാറി കിട്ടട്ടെ. എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ഐറ്റംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം. കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനായിട്ടുള്ള നമ്മുടെ ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ എഗ്ഗിന്റെ മുകളിലേക്ക് നമ്മുടെ അതിന്റെ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്താണ് ഒരു അടിപൊളി മണം അങ്ങ് വരും. അപ്പൊ തന്നെ നമ്മുടെ വയറങ്ങ് നിറയും. അപ്പൊ തന്നെ നമുക്കൊരു പറ ചോറ് വന്നാൽ നമ്മുടെ പെട്ടെന്ന് തന്നെ അകത്താക്കും. അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പൊ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.